ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം, കുടിശ്ശിക വിതരണം, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം, സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യ വിതരണം, മറ്റ് പ്രവർത്തനങ്ങളുടെ നടത്തിപ്പ് എന്നിവയ്ക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്നുള്ള അറിയിപ്പുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി 17,000 കോടി രൂപയുടെ വായ്പാ അനുമതി നേടി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. സാമ്പത്തിക വർഷാവസാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 17,000 കോടിയാണെങ്കിലും കേന്ദ്രം അനുവദിച്ചത് 8,000 കോടി രൂപയാണ്. ഫെബ്രുവരിയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കം. ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചത് സംസ്ഥാനത്തിന് വളരെ അധികം ആശ്വാസം തന്നെയാണ്. വിവിധ സ്കീമുകളിലായി പെൻഷൻ സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകളെല്ലാം കൈപ്പറ്റുന്നവർക്കെല്ലാം തന്നെ തുക എത്തിച്ചേരും. ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് 3,200 രൂപ നൽകാനാണ് സാധ്യത. അതായത് വരും ദിവസങ്ങളിലായി തന്നെ നമുക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു. ജനുവരി മുതൽ മാർച്ച് മാസം നിൽക്കുന്ന 3 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തെ തുകയോടൊപ്പം 1,600 രൂപ വീതം അധികം നൽകും. അത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഈ 3 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ 1,600 രൂപയോടൊപ്പം ഒരു 1,600, അതായത് ഒരു കുടിശ്ശിക പെൻഷനും കൂടി ചേർത്ത് 3,200 രൂപ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് ജനുവരി മാസത്തിൽ തന്നെയായിരിക്കും എന്നാണ് സൂചന ലഭിക്കുന്നത്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.